സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് ആണ് വണ്ടി. പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. സർവീസ് ലൈറ്റ് മാത്രം കാണിക്കണുള്ളൂ കേട്ടോ. എത്ര നാൾ വണ്ടി കിടന്നിട്ട് കിടക്കും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സങ്കടം പറഞ്ഞ ഒരു കാഴ്ചയാണ് കേട്ടോ, ഇങ്ങനെ കിടക്കാമെന്ന് പറയുന്നത്. കാരണം ഏകദേശം 3.5 വർഷം മുമ്പ് ഇവിടെ കൊണ്ടുവന്നൊരു വണ്ടിയാണ്. കസ്റ്റമർ കോൺടാക്ട് നമ്പർ, കറക്റ്റായിട്ടുള്ള കോൺടാക്ട് നമ്പർ തന്നില്ല. അതേപോലെ തന്നെ കോൺടാക്റ്റ് ഇല്ല. കസ്റ്റമർ ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഈ 3.5 വർഷമായിട്ട്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ വിഷമം തോന്നുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലുള്ള വാഹനങ്ങൾ ഇപ്പോൾ നിങ്ങളായാലും ഇപ്പോൾ ഈ ആ വീഡിയോ കാണുന്ന ആരെങ്കിലും വർക്ക്ഷോപ്പുകളിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളത് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് ക്ലിയർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിപ്പോൾ എനിക്ക് ഈ വണ്ടിക്ക് ഒരു കാശിങ് ആളിങ്ങോട്ട് തരാനില്ല, എന്നിട്ടാണ് ആളിവിടെ ഈ വണ്ടി ഇങ്ങനെ ഇട്ടേണത്. അതിന് വിഷമം തോന്നണത്. അതോ ഇനിയിപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും ലീഗലായിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നും ദൈവത്തിന് അറിയാം. അപ്പോൾ ഇതേപോലുള്ള വാഹനങ്ങൾ വർക്ക്ഷോപ്പിൽ ഇട്ട് കളയാമെന്ന് പറഞ്ഞാൽ നശിച്ചു പോവാണ്. കാരണം എത്ര നാളായി, 3.5 വർഷം ഇങ്ങനെ നമുക്ക് വേറെ വഴിയില്ല, അകത്ത് കയറ്റിടാൻ പറ്റില്ല, ബാക്കിയുള്ള വണ്ടികൾ നമുക്ക് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 3.5 വർഷമായിട്ട് ഇവിടെ കിടക്കുന്ന വണ്ടിയാണ്. ഇതിപ്പോൾ ഇതിന് ഈ ഒരു വണ്ടിയുടെ ആളെങ്ങാനും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വാഹനം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാം. നമുക്കൊരു പൈസ ഒന്നും വേണ്ട. ഇത്ര നാളത്തെ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഈ വണ്ടിയും വേണ്ട. സത്യം പറയണേ ഇങ്ങനെ തന്നെയായിരുന്നു ഈ വണ്ടി കൊണ്ടുവന്നിരുന്നത്. ഫ്രണ്ട് നമ്പറും ബാക്ക് നമ്പർ അയച്ച് ഡെൻറ്റിങ് ചെയ്ത രീതിയിൽ അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കൊരു പൈസയും വേണ്ട. നിങ്ങൾ വണ്ടി എത്രയും പെട്ടെന്ന് ഇവിടെ എടുത്തുകൊണ്ട് പോവാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനുള്ളൊരു വീഡിയോ ആണ്. സ്റ്റാർട്ട് ആവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇപ്പോഴും നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ആവുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഈ ഒരു കണ്ടീഷനിൽ തന്നെയാണ് കസ്റ്റമർ ഈ വണ്ടി നമ്മൾക്ക് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഡോർ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് നമുക്ക് ഇതേപോലെ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ, ഹാൻഡിലില്ലെങ്കിൽ. ഓക്കെ, ഡോർ ഓപ്പൺ ചെയ്ത് ഉള്ളിൽ എലി കയറിയിട്ടുണ്ട്. അതെ, അകത്ത് എലിയുടെ കാട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഏകദേശം 1.5 വർഷം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ. വണ്ടിയിൽ എലി കയറിയിട്ടുണ്ട്. വേറെ സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ്. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും പുറത്ത് പെയിൻ്റ് അടിച്ചിറക്കാം, ഇല്ലെങ്കിൽ സെറ്റ് ചെയ്തിറക്കിയാലും മതിയായിരുന്നു. ഈ ഒരു അവസ്ഥയിലാണ് കിടക്കണത്. ഓക്കെ, ചാവി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. കാരണം ഇല്ല, ബാറ്ററി കണക്റ്റഡ് അല്ല. ഇതിൻ്റെ ബാറ്ററി എന്തായാലും ചാർജ് ഇറങ്ങി പോയിട്ടുണ്ട്. എത്ര നാളായില്ലേ. നമുക്ക് ബാറ്ററി വയ്ക്കാൻ നോക്കാം. അല്ലെങ്കിൽ വോട്ട് വലിച്ചു. മഴ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്തു, നെഗറ്റീവും കണക്ട് ചെയ്തു. ഡീസലുണ്ടോയെന്ന് അറിയില്ല. വയറുകളും കാര്യങ്ങളൊന്നും അങ്ങനെ പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അതായത് എലി ഇതിൻ്റെ അകത്തേക്കൊന്നും കയറിയിട്ടൊന്നുമില്ല, കറക്റ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളമായി വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ട് കിടക്കണേ. സെൽഫ് അടിച്ച് നോക്കാം. സെൽഫ് വർക്ക് ചെയ്യില്ലെന്നൊന്നും അറിയില്ല. ആകെ ഞാൻ എൻജിൻ കൂത്തൽ ഞാൻ ക്ലസ്റ്റർ മീറ്ററിൽ കറണ്ട് വരുന്നുണ്ട് കേട്ടോ. അടിക്കാണ്. നിങ്ങളതിനെ ശ്രദ്ധിച്ചില്ലേ, ഏകദേശം 1.5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്ട് കിടന്ന വണ്ടി 2 സെൽഫ് എടുത്തപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടായി. ഓഫ് ചെയ്തെടുക്കേണ്ട ആവശ്യം വന്നില്ല. ഇത്രയ്ക്ക് കണ്ടീഷനുള്ള വണ്ടിയാണ്. അതായത് 1.5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്ട് കിടന്ന വണ്ടി ഇപ്പോഴും ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ്. അതിൻ്റെ ഫ്യൂൽ പമ്പിനോ കാര്യങ്ങൾക്കൊന്നും ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ വണ്ടിയുടെ ഓണർ ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ വണ്ടി എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവുക. ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അടക്കില്ല എനിക്ക് കാണിച്ചു തരാനായിട്ട്. കാരണം വണ്ടിയുടെ കൊണ്ടിട്ടപ്പോൾ അവർ നമ്പർ പ്ലേറ്റ് അയച്ചു കൊണ്ടുപോയി. അതെന്തിനെന്നറിയില്ല. അത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ വല്ല ഗാരേജുകളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ വണ്ടിക്കൊരു കുറച്ചിലല്ല. അത് കാരണമായിരിക്കുന്നു നമ്മളും വിചാരിച്ചു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ വണ്ടി നമ്പർ അടക്കില്ല, ചേസ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കലില്ല.
കാരണം ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ഇനി ഒരു ബുദ്ധിമുട്ടാവണ്ട. റേഡിയേറ്ററിലൊക്കെ വെള്ളമൊക്കെ ഉണ്ട്, ഇപ്പോഴും ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി റണ്ണിങ് ഓക്കെയാണ്. ആക്സിലേറ്റർ ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഒരു വിഷമമായിട്ട് നമ്മൾ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിടണം. സംഭവം വീഡിയോ ചെയ്താലും ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിടുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മൾ ഒരുപാട് നാൾ കിടന്ന വാഹനങ്ങൾ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ കുറച്ച് നേരം നമ്മൾ ഐഡിൽ തന്നെ ഇട്ടേക്കണം കേട്ടോ. അതായത് ഒരു നോർമൽ ഈ റണ്ണിങ്ങിൽ തന്നെ ഇടണം. അതിന് ശേഷമാണ് റൈസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ ഒരു ഏകദേശം 1.5 വർഷത്തോളമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കിടക്കുന്ന വാഹനങ്ങളിൽ ഓയിൽ ഫുള്ളായിട്ട് തന്നെ താഴത്തേക്ക് പോയിട്ടുണ്ടാവും. അതായത് താഴെ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഈ ഓയിൽ ഒന്നും പമ്പ് ചെയ്ത് വരേണ്ട ഒരു ടൈം എന്തായാലും ആ വണ്ടിക്ക് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ റൈസിങ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ AC ഒക്കെ വർക്കിംഗ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. പവർ സ്റ്റിയറിംഗ് ആണ് വണ്ടി. പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിംഗ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അത് വർക്കിംഗ് ആണ്. ഓക്കെ. AC ബ്ലോവർ വർക്കിംഗ് ആണ്. പക്ഷേ AC ഗ്യാസ് ഇല്ല. AC ഗ്യാസ് ഇല്ല. ക്ലച്ച് പിടിക്കല്ലേ. AC വർക്കിംഗ് അല്ല. ACയുടെ ബ്ലോവർ മാത്രം വർക്ക് ചെയ്യുള്ളത്. പിന്നെ ഗ്യാസ് എന്തായാലും പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കംപ്ലൈൻറ്റ് ഉണ്ടാവാം. ഓക്കെ. 2 ഘട്ട ഫ്യൂൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ക്ലസ്റ്റർ മീറ്ററിൽ നോക്കിയേ, ആകെ സർവീസ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇത്ര നാൾ കിടന്നിട്ട് 2 ഘട്ട ഫ്യൂൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. 1,57,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് ലൈറ്റ് മാത്രം കാണിക്കണുള്ളൂ കേട്ടോ. എത്ര നാൾ വണ്ടി കിടന്നിട്ട് കിടക്കാം. എഞ്ചിൻ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വണ്ടി നല്ല കണ്ടീഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഓണർ ഇനി ഈ വണ്ടി കണ്ടീഷൻ കുറവാണെന്ന്, അല്ലെങ്കിൽ വണ്ടി ഇപ്പോൾ ഇത് പാച്ച് വർക്ക് തുടങ്ങി പകുതി വെച്ച് നിന്ന് എന്നൊക്കെ കാരണത്തോടെ ഇതിട്ടേ അങ്ങനെയാണ് നിങ്ങൾ ഈ വണ്ടി കൊണ്ടുപോകാണ്ട് നിൽക്കണമെങ്കിൽ വണ്ടിയുടെ കണ്ടീഷനാണ് കേട്ടോ. അതേ വണ്ടി കണ്ടീഷനാണ്. പവർ വിൻഡോ ഒന്നും ഇല്ല, സാധാ വിൻഡോയ്ക്കാണ് വണ്ടി. ബ്ലാക്ക് സ്മോക്ക് അടക്കില്ല. അപ്പോൾ വണ്ടി നല്ല കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനതോടെ. ഇത് രാജ, അതായത് ഇത്രത്തോളമൊക്കെ ആയ വണ്ടി എങ്ങനെ വന്നാലും ബ്ലാക്ക് സ്മോക്കും കാര്യങ്ങളൊക്കെ വരേണ്ടതാ. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഇല്ലാത്ത വണ്ടിയാണ്. നിങ്ങൾ വണ്ടി എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ നോക്കുക, അറിയണവരുണ്ടെങ്കിൽ. അല്ലാണ്ട് എത്തിട്ട് പറയാം. വണ്ടി ഒന്ന് മൂവ്മെൻറ്റ് ചോദിച്ചാലോ. അപ്പോൾ അതൊക്കെ ഐസത്തോടെ മൂവ്മെൻറ്റ് കറിക്കത്തോ ഇസ്കോ. ടയർ ഭയങ്കര മോശമാണ് കേട്ടോ. 4 ടയറും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ ടയർ മാതിരിയാണ്. 4 ടയറും മുട്ടയാണ്. കോഴിമുട്ട എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള അവസ്ഥയാണ്. ഇതിൻ്റെ ക്ലച്ചൊക്കെ വരുന്നത് ഫ്ലൂയിഡാണ്, ഹൈഡ്രോളിക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈഡ്രോളിക് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലച്ച് നമുക്ക് വർക്ക് ചെയ്യില്ല. നല്ല കുഴപ്പമില്ലെങ്കിൽ വർക്ക് ചെയ്യും. ഓക്കെ. ക്ലച്ച് പമ്പിങ് ഒക്കെ ഓക്കെ ആണ് കേട്ടോ. അതിനർത്ഥം നമുക്ക് ഗിയറൊക്കെ ഇട്ട് ഓടിക്കാം. വണ്ടി റണ്ണിങ് കണ്ടീഷൻ നടക്കുന്നുണ്ട്. വണ്ടി എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോവുക, അത്രയും പറയാനുള്ളൂ. ഒരു പ്രശ്നമില്ലാത്ത വണ്ടിയാണ്. ഒരു ബസ് കയറി അമ്മേ. നമ്മൾ ഇത്ര നാൾ കിടന്നാൽ തന്നെ ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വേഴ്സും വേണം. റണ്ണിങ് കണ്ടീഷൻ വണ്ടി, ഒരു കുഴപ്പമില്ല. വാഹനം എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഗാരേജിൽ നിന്ന് ഒഴിവാക്കി തരിക. ആകെ ഉള്ളൊരു വണ്ടിയാണ് കൊണ്ടുപോകാണ്ട് കിടക്കണത്. 2 വണ്ടി ഉണ്ടായിരുന്നു, അതൊക്കെ അവർ കൊണ്ടുപോയി. പവർ സ്റ്റിയറിംഗ് ഒക്കെ പഴം മാതിരിയാണ്. അടിപൊളി പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഒക്കെ റണ്ണിങ് കണ്ടീഷൻ വണ്ടി. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഓണറിൻ്റെ നമ്പർ ഇതാ. ഈ വണ്ടി സെയിൽ ചെയ്യണമെങ്കിൽ ഞാൻ വാങ്ങിക്കോളാം, എന്തായാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഈ വണ്ടിയുടെ ആരെങ്കിലും കാണണമെങ്കിൽ ദയവ് ചെയ്ത്, അതൊക്കെ തമാശയല്ല,
വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോവുക. അല്ലെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും മാറ്റി ഒരു കോട്ട് പെയിൻ്റ് അടിക്കണ ഈ വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. വെറുതെ കിടന്ന് നശിപ്പിച്ച് കളയല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. ഞാൻ ഇവിടെ നിന്ന് റൈസ് ചെയ്യുക. ആനത് സ്മോക്ക് തുടതിക്കാനാ വേണ്ട. ബ്ലാക്ക് സ്മോക്കും കാര്യങ്ങളൊന്നുമില്ല, കച്ചറ കയറിയെന്ന് ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത വണ്ടി എത്രയും പെട്ടെന്ന് കൊണ്ടുപോവുക. അപ്പോൾ എല്ലാവർക്കും ബൈ.